തരിശുഭൂമിയിൽ മനോഹര കാഴ്ച വിരിയിച്ച ശേഷമുള്ള നടത്തമാണ്. കാട്ടായിക്കോണത്ത് പാട്ടത്തിനെടുത്ത 20 സെന്റ് ഭൂമിയിലാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയിച്ചത്. പുതുതലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ഇവിടെ മൊത്തം കാട് കയറി കിടന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂള് പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ കാട് കയറി കിടക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരാളെങ്കിലും ഇറങ്ങി ഒന്ന് ചെയ്ത് കാണിച്ചാൽ ബാക്കിയുള്ളവർക്കും ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ 2-3 നമ്മുടെ ചേട്ടന്മാരും ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്തോടെയാണ് ശ്രീരാജ് കൃഷി നടത്തിയത്. ഓണവിപണിക്കായാണ് ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിലെ ചെണ്ടുമല്ലി തൈകൾ നട്ട് കൃഷി നടത്തിയത്. സ്വപ്നങ്ങൾ പൂത്തുലഞ്ഞ സന്തോഷത്തിലാണ് കർഷകൻ. അപ്പോൾ മണ്ണിൽ നമ്മൾ പണിയെടുത്താൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടുമെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ ഒരുപാട് പന്നി ശല്യം കൂടി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പന്നി കയറാതിരിക്കാനായിട്ട് ഷീറ്റ് വെച്ച് മറയ്ക്കുകയും ഓണക്കാലത്ത് ജനങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ പൂക്കൾ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR അനിൽ നിർവഹിച്ചു. തരിശുഭൂമിയിൽ വിരിഞ്ഞ വസന്തവും നിറങ്ങൾ തേടിയെത്തുന്ന പൂമ്പാറ്റകളും കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.